ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മുടെ ബെഡ്റൂം ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ആണെങ്കിലും അതുപോലെ തന്നെ വരാന്തകളാണെങ്കിലും അതായത് നമ്മുടെ സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം സീലിംഗ് ചെയ്യുന്നതോടുകൂടി DB ട്രിപ്പിംഗ് കൂടുതലായിട്ട് കണ്ടുവരുന്നതായിട്ട് ഉണ്ട്. അത് എന്താണ് കാരണം? അതായത് DB നമ്മൾ ചെയ്യുന്ന സമയത്ത് DBയിൽ വരുന്ന വയറുകളും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കും. പക്ഷേ സീലിംഗ് ചെയ്തതിന് ശേഷം ട്രിപ്പിംഗ് കാര്യങ്ങൾ കൂടുന്നതായിട്ടൊരു എഫക്റ്റ് നന്നായിട്ട് കാണുവരുന്നുണ്ട്. അതെല്ലാം സീലിങ്ങിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ വാൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് എന്തൊക്കെ ലൈറ്റ്സുകളാണ് വേണ്ടതെന്ന് ആദ്യമേ തന്നെ തീരുമാനിക്കണം. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സീലിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസൈൻ നമുക്കുണ്ടാവും. അതായത് എവിടെയൊക്കെ ലൈറ്റ്സ് വേണം, കാര്യങ്ങളൊക്കെ വേണം, അതിനനുസരിച്ചിട്ട് നമ്മൾ ഓൾറെഡി ആദ്യമേ തന്നെ വയറെല്ലാം വലിച്ച് ക്ലിയർ ചെയ്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം ഈ വാൾ സീലിംഗ് അതിൻ്റെ ജിപ്സം വെച്ച് മൂടി കഴിയുന്ന സമയത്ത് പിന്നീട് നമുക്ക് ഇപ്പോൾ ഈ ഡയഗ്രാം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ വയറിങ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ കാണുന്ന പോലെ കണ്ടോ, അതായത് കോർണറിൽ 3 ലൈറ്റ്സ് സെൻറ്ററിൽ വരാവുന്ന രീതിയിലാണ് എൻഡ് കൊടുത്തിട്ടില്ല. 3 ലൈറ്റ്സ്, അതുപോലെ തന്നെ 3 ലൈറ്റ്സ്, 3 പാനൽ ലൈറ്റ്സ്, 3 പാനൽ ലൈറ്റ്സ്, പിന്നെ അതിൻ്റെ സെൻട്രലായിട്ട് LED സ്ട്രിപ്പ്, അതായത് സൈഡിൽ ലൈറ്റ്സ് അടിക്കാവുന്ന രീതിയിൽ, അതായത് സൈഡിൽ നിന്ന് ഒരു 45 സെൻറ്റിമീറ്റർ മാറ്റിയിട്ടതിന് ശേഷം ലൈറ്റ്സ് അടിക്കാവുന്ന രീതിയിൽ വരുന്നു. പിന്നെ അതിനുശേഷം ഫാനിൻ്റെ ഓപ്ഷൻ വരുന്നു. ഫാനിൻ്റെ ഓപ്ഷൻ സെൻറ്ററിലാണ് വരുന്നത്. ഫാനിൻ്റെ ഓപ്ഷൻ സെൻറ്ററിൽ വരുന്നു. അതിനുശേഷം ഫാനിൻ്റെ ഓപ്ഷനിൽ വീണ്ടും ഒരു സെൻറ്ററിൽ അതിൻ്റെ കപ്പ് ജസ്റ്റ് ഉള്ളിലേക്ക് നിൽക്കാവുന്ന രീതിയിൽ വീണ്ടും ഒരു സീലിംഗ് വരുന്നു. പിന്നെ അതിൻ്റെ 2 സ്ഥലത്തായിട്ട് LED സ്ട്രിപ്പ് വരുന്നു. ഇതാണ് ഇതിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഈ ഡിസൈനിങ് നമ്മൾ നേരത്തെ തീരുമാനിച്ച ഡിസൈനിങ് ആണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ അവസാനം നമ്മുടെ വീടിൻ്റെ സീലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നാണ് ഈ പോയിന്റുകൾ വേണ്ട, നമുക്ക് അതിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി ഇതിൻ്റെ അവസ്ഥ ഒന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി വേണ്ട പോയിന്റുകളെല്ലാം അതിനനുസരിച്ചിട്ട് നമ്മൾ ജംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വയറിംഗ് എല്ലാം ചെയ്ത് കൊണ്ടുപോകുന്നത്. 20 mm പൈപ്പുകൾ, കാരണം 20 mm പൈപ്പും ജംഗ്ഷനിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ തീ പിടിക്കാനുള്ള ചാൻസസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഷോർട്ടായാൽ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ ഫ്ലെക്സിബിൾ ഹോസൊക്കെ ഇട്ട് ഓരോ ലൈറ്റിലേക്കുള്ള പോയിന്റുകൾ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിന്നും പോയിന്റുകൾ ചെറുതായിട്ട് വ്യത്യാസപ്പെടുത്താം. അതായത് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വ്യത്യാസപ്പെടുത്തും. അതായത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്ന സമയത്ത് ഈ പോയിന്റുകൾ ചിലപ്പോൾ നമുക്ക് എടുക്കേണ്ടതായിട്ട് കാര്യങ്ങൾ വരില്ല. അതായത് ചില പോയിന്റുകൾ നമ്മൾ എടുക്കേണ്ട വരില്ല. ചില സ്ഥലങ്ങളിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു പോയിന്റ് എക്സ്ട്രാ കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് സംഭവിക്കും, നമ്മൾ ഓൾറെഡി നേരത്തെ വലിച്ചിട്ട വയറിൻ്റെ തുമ്പ്, അതായത് ചിലപ്പോൾ എൻഡായിരിക്കും വന്ന് കിടക്കുന്നത്. അതായത് വയറിൻ്റെ എൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു എൻഡ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ന്യൂട്രൽ ആയിരിക്കുക, അല്ലെങ്കിൽ ലീഡ് വയർ ആയിരിക്കുക, അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് കിടക്കട്ടോ. അത് നമ്മൾ കറക്റ്റായിട്ട് ടേപ്പ് അടിച്ചിട്ടല്ല ഇട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ പോയിന്റ് നമ്മൾ എടുക്കുന്നില്ല. ആ പോയിന്റ് നമ്മൾ എടുക്കാതെ വേറെ ഒരു പോയിന്റ് വേറെ ഏതെങ്കിലും കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത് നമ്മൾ ലൂപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഈ പോയിന്റ് നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന പോയിന്റ് നമ്മൾ കണക്റ്റഡ് ആയിരിക്കും. ചിലപ്പോൾ ഒറ്റ ലീഡോ അല്ലെങ്കിൽ 2 ലീഡോ ആയിരിക്കും നമ്മൾ വലിച്ചിട്ടുണ്ടാവുള്ളൂ. ആ കണക്ട് ചെയ്ത പോയിന്റ് ഏതെങ്കിലും ഒന്ന് ഈ ചാനലിൽ പോയിട്ട് ടച്ച് ചെയ്യാൻ തുടങ്ങും. അതായത് ന്യൂട്രാണെങ്കിൽ ന്യൂട്രൽ ടച്ച് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ലീഡ് വയർ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം ലീഡ് വയർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പം തന്നെ DB ട്രിപ്പോ അല്ലെങ്കിൽ LCB ട്രിപ്പോ അല്ലെങ്കിൽ MCB ട്രിപ്പോ. MCB ഒരു ഷോട്ടിങ് എഫക്റ്റ് ആയിരിക്കും കാണിക്കുക. ആ MCB ആയിരിക്കും ആദ്യം ട്രിപ്പ് ആവുന്നത്. അതായത് സ്വിച്ച് ഇടുന്ന ഓൺ ദ സ്പോട്ടിൽ തന്നെ ട്രിപ്പ് ആവും. പക്ഷേ അത് ന്യൂട്രാണ് ഓൾറെഡി ഈ ചാനൽമേ, അതായത് മെറ്റലിൻ്റെ ചാനലുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ മെറ്റലിൻ്റെ ചാനൽ ടച്ച് ചെയ്യുമ്പോൾ ന്യൂട്രൽ ആകുമ്പോൾ പെട്ടെന്ന് ട്രിപ്പ് ആവാൻ ചില ചാൻസസ് കുറവാണ്. കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും ട്രിപ്പ് ആവുന്നത്. ഈ ഒരു പ്രോബ്ലം കണ്ടുപിടിക്കാനായിരിക്കും ഹൈ പ്രശ്നം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ട്രിപ്പ് ആവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ഇന്ന പോയിന്റ് നമ്മൾ ഇന്ന ലൈറ്റ് ഇന്ന സ്വിച്ച് ഇടുന്ന സമയത്താണ് കറക്റ്റായിട്ട് ട്രിപ്പ് ആവുന്നത് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ ന്യൂട്രൽ ആണ് എവിടെയെങ്കിലും പോയി ടച്ച് ചെയ്യുന്നെങ്കിൽ അതായത് ബോഡിയുമ്പോൾ ടച്ച് ചെയ്ത്, അതായത് ജിപ്സത്ത് അല്ലെങ്കിൽ നമ്മുടെ ചാനലുമ്പോൾ ടച്ച് ചെയ്യുമെങ്കിൽ ഈ പോയിന്റ് ട്രിപ്പ് ആവുന്നത് വളരെ സ്ലോലി ആയതുകൊണ്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ നമ്മുടെ ഈ ജിപ്സം ബോർഡ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും, അതായത് അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും മുട്ടി കിടക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണെന്ന് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കണം. അതായത് നമുക്ക് സുഗമമായ രീതിയിൽ തന്നെ ട്രിപ്പിങ് കാര്യങ്ങളൊന്നും ഒഴിവാക്കണമെങ്കിൽ നമ്മൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത്, വാൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലീഡുകൾ, അതായത് ലൈറ്റിൻ്റെ ലീഡുകൾ നമ്മൾ സ്വിച്ച് ബോർഡുകളിലേക്ക് വലിച്ചിടുന്ന
വലിച്ചിടുന്ന സമയത്തും ന്യൂട്രൽ എല്ലാം വലിച്ചിടുന്ന സമയത്തും നമ്മൾ ജിപ്സത്തിൻ്റെ അകത്ത്, അതായത് ഈ പറഞ്ഞ ചാനൽ കണ്ടോ, ഈ ചാനലിൻ്റെ ഉള്ളിൽ വലിക്കുന്ന വയറുകളെല്ലാം തന്നെ ടേപ്പ് ചെയ്ത്, അതായത് കട്ട് ചെയ്തിട്ട് വരുന്ന ഏറ്റവും എൻഡാണ് ഉദ്ദേശിച്ചത്, ലൂപ്പ് ചെയ്യുന്ന ഏരിയ അല്ല, കട്ട് ചെയ്തിട്ട് ഏറ്റവും എൻഡ് വരുന്നുണ്ട് ആ ഏരിയയിൽ നമ്മൾ കറക്റ്റായിട്ട് ടേപ്പ് അടിച്ച് ക്ലിയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മൾ ആ പോയിന്റ് നമുക്ക് മാറ്റം വരുത്തിയാൽ പോലും DB ഒരിക്കലും ട്രിപ്പ് ആവില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ DB കറക്റ്റായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സെക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെയാണെങ്കിൽ, അതായത് ലൈറ്റ് പോയിന്റുകൾ ഉപയോഗിക്കാത്താണെങ്കിലും DB ട്രിപ്പ് ആവില്ല. നമുക്ക് സുഗമമായിട്ട് നമ്മുടെ കാര്യങ്ങൾ എവിടേക്ക് വേണമെങ്കിലും പോയിന്റ് കാര്യങ്ങൾ എടുക്കാൻ സാധിക്കും. ഇത് പറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനം സീലിംഗ് വരുന്ന സമയത്ത് എന്തായാലും ചേഞ്ചസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ചിലപ്പോൾ എക്സ്ട്രാ പോയിന്റുകൾ ആഡ് ചെയ്യിച്ചിട്ട്, അത് മാത്രമല്ല സീലിംഗ് ചെയ്ത വീടുകളിൽ ചിലപ്പോൾ ചെറുതായിട്ട് പൈസയുടെ കാര്യങ്ങൾ ടൈറ്റോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ സീലിംഗ് നമ്മൾ ഉപേക്ഷിക്കും, ചെറുതായിട്ട് കുറച്ച് നാളത്തേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ സ്വിച്ചുകളെല്ലാം വർക്കിംഗ് ആണെങ്കിൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടുവരുന്നതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത്, ഫാൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫാനിൻ്റെ റോഡിൻ്റെ ഹൈറ്റാണ് ഒരു പ്രത്യേകതയായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഫാനിൻ്റെ റോഡിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഫാൻ ഇടാനായിട്ട് ചില സ്ഥലങ്ങളിൽ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 9 ഇഞ്ചിനും 10 ഇഞ്ചിനും ഇടയ്ക്ക്, ഏറ്റവും കുറഞ്ഞത് 9 ഇഞ്ചിനും 10 ഇഞ്ചിനും ഇടയ്ക്ക് നമുക്ക് ഫാനിൻ്റെ റോഡ് സീലിങ്ങിൽ നിന്നും താഴേക്ക് നിന്നാൽ മാത്രമേ ഫാന് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 2 കപ്പുകളുണ്ട്. ഈ 2 കപ്പുകൾ കപ്പാസിറ്ററും കാര്യങ്ങളൊക്കെ മൂടി നിൽക്കുന്ന ആ എഴുത്ത് വരുന്നില്ലേ, ഇപ്പോൾ ഉഷയാണെങ്കിൽ ഉഷ, അതുപോലെ തന്നെ ക്രോംപ്ടൺ എഴുതി വരുന്ന ആ റോഡുണ്ട്. ആ റോഡിൽ വരുന്ന കപ്പ് കറക്റ്റായിട്ട് നമുക്ക് ഫാൻ ഫിറ്റ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റണമെങ്കിൽ മിനിമം 9 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ച് നമുക്ക് ആ റാഡിന് ഹൈറ്റ് താഴേക്ക് നീങ്ങി നിൽക്കണം. പക്ഷേ നമ്മൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ചെറുതായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ ഫാനിൻ്റെ റോഡിൽ ഈ കപ്പ് ഇടാൻ സാധിക്കാതെ വരും. അപ്പോൾ നമ്മൾ ചില ആളുകൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കപ്പ് കട്ട് ചെയ്യും. അത് ഭയങ്കര വൃത്തികേടും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഒരു പ്രൊഫഷണൽ ടച്ച് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഫാൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത് ഫാൾ സീലിങ്ങിൻ്റെ അടിവശം എത്ര ടോട്ടൽ വരും, അതിൽ നിന്നും നമുക്ക് ടോട്ടലായിട്ട്, അതായത് ജിപ്സം വെച്ചതിന് ശേഷം നമുക്ക് ടോട്ടൽ എത്ര കിട്ടുമെന്ന് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് അതിൽ നിന്നും മിനിമം ഒരു 9 ഇഞ്ച്, ഏറ്റവും കുറഞ്ഞത് 9 ഇഞ്ച് 10 ഇഞ്ചിൻ്റെ ഇടയ്ക്ക് നമുക്ക് നിൽക്കുകയാണെങ്കിൽ ഏറ്റവും സുഗമമായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫാനിൻ്റെ റോഡ് താത്തി നമുക്ക് ജിപ്സം ചെയ്താൽ തന്നെ ജിപ്സം എത്ര ചെയ്തു എന്ന് കറക്റ്റായിട്ട് ഇത് ഫാൻ ഇടുന്നതിന് യാതൊരു തടസ്സവും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, സീലിങ്ങിൽ എത്ര ഇഞ്ചാണ് ഏറ്റവും മുകളിൽ നിന്ന് താത്തി ചെയ്യുന്നത്. അതായത് നമ്മൾ തീരുമാനിക്കുന്ന ജിപ്സത്തിനനുസരിച്ചിട്ടിരിക്കും, അതായത് സീലിങ്ങിൻ്റെ വർക്ക് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഫ്ലാറ്റ് ആയിരിക്കും, അതായത് ടോട്ടൽ ചിലപ്പോൾ ഒരു 4 ഇഞ്ച് താഴ്ത്തിയായിരിക്കും, ബീമിൽ നിന്ന് താഴ്ത്തിയായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയല്ല, ചിലപ്പോൾ 2 ഇഞ്ച് ആദ്യം മുകളിൽ ചെയ്തതിന് ശേഷം വീണ്ടും ഫാനിൻ്റെ ഏരിയ മാത്രം സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സീലിങ്ങിനെ ആശ്രയിച്ചിരിക്കും. മിനിമം ഏറ്റവും കുറഞ്ഞ ഒരൊറ്റ പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, വേറെ എക്സ്ട്രാ വർക്ക് കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ മിനിമം ഒരു 4 ഇഞ്ച് അതായത് വാർക്കയിൽ നിന്ന് ഒരു 4 ഇഞ്ച് താത്തിയാണ് സാധാരണ നോർമലി ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കോലൈറ്റ്സ് വരുന്ന സമയത്ത് വീണ്ടും താഴ്ത്തി ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 5 ഇഞ്ച് കൂടി ചെയ്യുന്നുണ്ട്. ഇനി അതല്ല 2 സ്റ്റെപ്പായിട്ട് ഫാനിൻ്റെ ഏരിയ താഴ്ത്തിയിട്ടാണെങ്കിൽ ടോട്ടൽ നമ്മൾ മുകളിലേക്ക് ഇടുന്ന സീലിംഗ്, ഏറ്റവും ഫ്ലാറ്റായിട്ട് അടിക്കുന്ന സീലിങ്ങിൻ്റെ ജിപ്സ് അടിക്കുന്നത് 2 ഇഞ്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് താഴ്ത്തി നമ്മൾ ജിപ്സം അടിച്ച് കഴിഞ്ഞാൽ റൂമിൻ്റെ ഹൈറ്റ് കുറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൈയൊക്കെ പൊക്കുന്ന സമയത്ത്, നമ്മൾ നിന്ന് കൈയൊക്കെ പൊക്കുന്ന സമയത്ത് നമ്മുടെ ഫാനിൽ ടച്ച് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് റൂമിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ ജിപ്സത്തിൻ്റെ അല്ലെങ്കിൽ സീലിംഗ് ചെയ്യാനുള്ള താഴ്ച നമ്മൾ അതായത് നമ്മുടെ വാർക്കയിൽ നിന്ന് താഴ്ച തീരുമാനിക്കേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് സീലിങ്ങിനെ കുറിച്ചും സീലിംഗ് ചെയ്യുന്ന സമയത്ത്, ഫാൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതുപോലെ തന്നെ എത്ര ഇഞ്ച് താത്തി ഇടണമെന്നും അതിൻ്റെ ട്രിപ്പിംഗ് കാര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്നും ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. സീലിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.